ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ തേർഡ് ഡേ ആണ്. കൽക്കട്ടയിലെ തേർഡ് ഡേ ആണ്. ഈ തേർഡ് ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സൺഡേ ആണ്. സൺഡേ ആയ കാരണം എല്ലാം ഓഫാണ്. മേ ബി ഞങ്ങൾ മെട്രോയിൽ വരാമെന്നാണ് വിചാരിച്ചത്. മെട്രോ സർവീസ് വരെ അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, കടകളുണ്ടാവില്ല. ഞങ്ങൾ പർച്ചേസിങ് അങ്ങനെ ഒരുപാട് ഞങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഹൗറ ബ്രിഡ്ജിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹൗറ ബ്രിഡ്ജ് കാണാനാണ് വന്നത്. അവിടെ വന്നു. ഞങ്ങൾ ബ്രിഡ്ജൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് പുഷ്പങ്ങളുടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് പുഷ്പങ്ങളുടെ മാർക്കറ്റ് കാണാൻ ഞങ്ങൾ പോയി. അവിടെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി പൂക്കളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പൂക്കളുകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു, അതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ആ വഴി വീണ്ടും എന്താ പറയുക, മുകളിലോട്ട് തന്നെ പോയി, ഹൗറ ബ്രിഡ്ജിലോട്ട് പോയി. അവിടെ പോയി ഞങ്ങൾ അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോണ വഴിക്കാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ ഒരു മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു കട കണ്ടു. അങ്ങനെ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് നല്ല മസാല ദോശയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് ഞങ്ങൾ പോയത് വിക്ടോറിയ മെമ്മോറിയൽ കാണാനാണ്. വിക്ടോറിയ പാലസ് കാണാനാണ് ഞങ്ങൾ പോയത്. നല്ല അടിപൊളിയാണ് കേട്ടോ ശരിക്കും കാണാൻ. ഫുൾ നമ്മുടെ മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു കൺട്രിയിലെത്തിയ പോലെ, ഏതോ ഒരു യൂറോപ്യൻ കൺട്രികളിലെത്തി നമ്മൾ അതിൻ്റെ ഉള്ളിൽ സന്ദർശിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ അതൊക്കെ കണ്ടു. ഇതാണ് നമ്മുടെ വിക്ടോറിയ മഹാറാണി. അദ്ദേഹമല്ല, ആ സ്ത്രീയുടെ എന്താ പറയുക, ഈ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഈ ഒരു പ്രതിമയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ വളരെ ഒറ്റയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് പെട്ടുപോട്ടാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇത് ഏകദേശം ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് ബാക്കാണോ ഫ്രണ്ടാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസുകളും പിന്നെ അവർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരുപാട് മെറ്റീരിയൽസൊക്കെ അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ അത് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ പറയുക പോയത് അവിടെ അടുത്തുള്ള ഒരു താരാമണ്ഡൽ, അതായത് നമ്മുടെ ആകാശഗംഗേനെ കുറിച്ച് പഠിക്കുന്ന, അതായത് പറയുന്ന ഒരു ഇതാണ് കാണാൻ പോയത്. ആനിമേഷൻ ഡിജിറ്റൽ അത് കാണാനാണ് ഞങ്ങൾ പോയത്. അവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഒരു വ്യക്തിക്ക് തന്നെ 350 രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. എന്തായാലും അത് വർത്തായിട്ടുണ്ട്. നമ്മൾ എടുത്തത് വളരെയധികം വർത്തായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി അത് കണ്ടു. അതിനുശേഷം ഈ ഒരു ചർച്ച് കാണാനാണ് പോയത്. നമ്മുടെ വിക്ടോറിയ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ഒരു ചർച്ചാണത്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ. ചർച്ചിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല ചർച്ചിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ പോയി. അപ്പോൾ ഇത് ഞങ്ങൾ താരാമണ്ഡലം കാണാൻ കയറി. ആകാശഗംഗനെ കുറിച്ചും ഉൽക്കയെ കുറിച്ചുള്ള ഒരു പഠനം കാണാൻ കയറിയ ഇതാണ്. അപ്പോൾ അവിടെ കയറി അടിപൊളിയായിരുന്നു. അങ്ങനെ കണ്ട് അന്നത്തെ ദിവസം ഞങ്ങളുടെ പൂർത്തിയായി. താങ്ക്